നമസ്കാരം. ഷെക്കൈന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. യുണൈറ്റ് ദ കിങ്ഡം, ബ്രിട്ടനെ ഒന്നിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കുടിയേറ്റ വിരുദ്ധ സമ്മേളനം കഴിഞ്ഞ വാരാന്ത്യം ലണ്ടനെ മാത്രമല്ല ലോകത്തെ ഒന്നാകെ വിറപ്പിച്ചിട്ടുണ്ട്. 1,50,000-ലധികം ആളുകൾ കുടിയേറ്റ വിരുദ്ധ മുദ്രാവാക്യവുമായി ലണ്ടനെ ഒന്നാകെ നേരിട്ടപ്പോൾ അത് ലണ്ടന്റെ ചരിത്രത്തിൽ തന്നെ, UK ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന ദിവസമായി മാറി. എന്നാൽ അങ്ങ് കേരളത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മലയാളികൾ തിങ്ങിൽ പാർക്കുന്ന UK ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരം കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അത് ഉണ്ടാക്കി വെക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ഒരു കാലത്ത് അല്ലെങ്കിൽ സമീപ നാടുകളിൽ തന്നെ ഈ നാട് വിട്ട് അല്ലെങ്കിൽ വിദേശ മണ്ണ് നഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട സാഹചര്യം സംജാതമാകുന്നുണ്ടോ? അത്രയ്ക്ക് ഭയാനകമാണോ, അത്രയ്ക്ക് ഭീകരമാണോ യൂറോപ്പിലെങ്ങും ആളിക്കത്തുന്ന പ്രതിഷേധങ്ങൾ, അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ ആശയങ്ങൾക്ക് യൂറോപ്പിന്റെ മണ്ണുകളിൽ ലഭിക്കുന്ന സ്വീകാര്യത? ഈ വിഷയമാണ് ദ ഫയർ റൂം ചർച്ച ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ഡെയ്സൺ പാണങ്ങാടൻ. അദ്ദേഹം തൃശൂർ സെയിന്റ് തോമസ് കോളേജ് അധ്യാപകൻ, ഒപ്പം സാംസ്കാരിക ഇടങ്ങളിൽ നിറസാന്നിധ്യം. കൂടെയുള്ളത് അഡ്വക്കേറ്റ് മാത്യു തേനിയപ്ലാക്കൽ. അദ്ദേഹം സാമൂഹിക വിഷയങ്ങളിൽ നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ മറ്റും പ്രതികരിക്കുന്ന പ്രതിഭ. രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷെക്കൈന ഫയർ റൂമിലേക്ക് സ്വാഗതം. ഡോക്ടർ ഡെയ്സൺ, അങ്ങ് ഇന്റർനാഷണൽ റിലേഷൻസിനെ, വിദേശ വാർത്തകളെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരാളാണ്. നമ്മൾ പല ഘട്ടങ്ങളിൽ ഈ യൂറോപ്പിലെ ഒരു റൈറ്റ് ലീനിലേക്ക് അല്ലെങ്കിൽ വലതുഭാഷ ആശയങ്ങളിലേക്കുള്ള വലിയ ഒരു സ്നേഹം നമ്മൾ കാണുന്നുണ്ട്. അത് ഡൊണാൾഡ് ട്രംപ് അതിനകത്ത് ഒരു മുഖ്യ കഥാപാത്രമായിരിക്കാം. അത് അമേരിക്കയിൽ മാത്രമല്ല, അത് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ട്രംപിന്റെ ഒരു വേവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ ഇങ്ങോട്ട് ഇറ്റലിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് വരുമ്പോൾ, ഇവിടെ എല്ലാം നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരുമ്പോഴൊക്കെ ഈ ഒരു റൈറ്റ് വിങ്ങിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് വിങ് ആയിട്ടുള്ള ആക്ടിവിസം ഒക്കെ വളരെ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ആ ഒരു സമ്മേളനത്തിലേക്ക് 1,50,000-ലധികം ആളുകൾ വരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യമാണ് ഇതുണ്ടാക്കുന്നത് നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സമൂഹം, അത് തീർച്ചയായിട്ടും ഇന്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ പോലും അവരുടെ ഇടയിൽ പോലും നമുക്കറിയാം ഇതിന് ശേഷം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു അരക്ഷിതാവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തെ, മാത്രമല്ല ഈ സമീപ നാളുകളിൽ ഇത്തരം പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന കുടിയേറ്റ വിരുദ്ധ ആശയങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുക? വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു പ്രശ്നത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. നമുക്കെല്ലാവർക്കും അറിയാം, കുടിയേറ്റം പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിൽ ദശാബ്ദങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചതാണ്. അതൊരു പക്ഷേ സമതല പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറ്റ മേഖലകളിലേക്ക് അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളിലേക്ക് പൂർവ്വകാല പാരമ്പര്യമുള്ള നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കുടിയേറിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ നാടുകളിലേക്ക് കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് എമിറേറ്റ്സുകളിലേക്കൊക്കെ കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടന്നിട്ടുള്ള അല്ലെങ്കിൽ കുടിയേറ്റ വ്യവസ്ഥിതിയിലേക്ക് നാം ചേർന്ന് നിന്നിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള UK ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയൻ അംഗത്വമുള്ള രാജ്യങ്ങൾ. അതിൽ തന്നെ ആ കുടിയേറ്റ ജനതയെ, കുടിയേറ്റ സമൂഹത്തെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിയ ആളുകളുണ്ട്. കഴിഞ്ഞ ഒരു ദശാബ്ദ കാലയളവിനുള്ളിൽ, അതായത് 2015 മുതലുള്ള കാലയളവിൽ കുടിയേറിയവരുണ്ട്. 2015 മുമ്പുള്ള കാലയളവിൽ കുടിയേറിയവരൊക്കെ സ്വാഭാവികമായിട്ടും അവിടെ സെറ്റിൽഡ് ആയവരാണ്, അല്ലെങ്കിൽ അവരുടെ പൊതുജീവന സംവിധാനത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ജോലി സാധ്യതകൾ ഉപയോഗിച്ച് സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളവരാണ്. എന്നാൽ അവസാന വർഷത്തെ അല്ലെങ്കിൽ അവസാന 10 വർഷക്കാലം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ തന്നെ ആദ്യത്തെ 5 വർഷക്കാലം, കോവിഡിന് മുന്നുള്ള കാലഘട്ടം, ഒരു പരിധി വരെ കുട്ടികളൊക്കെ പഠനം കഴിഞ്ഞ് ഒരു ചെറിയ ന്യൂനപക്ഷത്തിനെങ്കിലും അവിടെ മൈഗ്രേഷനൊക്കെ സാധ്യമായിട്ടുണ്ട്. എന്നാൽ അവസാനം പോയ 2020 ശേഷം, മൈഗ്രേഷന് ശേഷം പോയ വിദ്യാർത്ഥികൾ, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ കോവിഡിന് ശേഷമാണ്. നമ്മുടെ രാജ്യത്തെ, കേരളത്തിലെ ഒട്ടേറെ ഏജൻസികൾ മുഖാന്തരം ഈ രാജ്യങ്ങളിലേക്ക് കയറിപ്പറ്റിയ വിവിധ ആവശ്യങ്ങൾക്ക്, പഠനാവശ്യങ്ങൾക്ക്, ജോലി ആവശ്യങ്ങൾക്ക് കയറിപ്പറ്റിയ വലിയ യുവ തലമുറ തന്നെ അവിടെയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ഉളവാക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ.
സ്വാഭാവികമായിട്ട് ഒരു തീവ്ര നിലപാടുള്ള ഒരു സംഘടനയോ അല്ലെങ്കിൽ തീവ്ര നിലപാടുള്ള ആളുകളോ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം വഹിക്കുമ്പോൾ അതിന് ധാർമ്മികത നോക്കാതെ തന്നെ പിന്തുണ കൊടുക്കുന്ന ഒരു സംവിധാനം പൊതുസമൂഹത്തിലുണ്ട്. തീർച്ചയായും നമുക്ക് രാജ്യത്ത് തന്നെ നോക്കിയാൽ അറിയാം, മറാത്ത പ്രക്ഷോഭം അത്തരത്തിലുണ്ടായിട്ടുള്ളതാണ്. അതായത് മറാത്തികളല്ലാത്ത ആളുകൾ ബോംബെയുടെ പരിസര പ്രദേശങ്ങളിലും അല്ലെങ്കിൽ മറാത്തയിലും വേണ്ട എന്നുള്ള നിലപാടുമായിട്ട് ഒരു നിശ്ചിത ഒരു രാഷ്ട്രീയ പാർട്ടി, അല്ലെങ്കിൽ അതിന് ഞാൻ പേര് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത്തരം രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചപ്പോൾ അതിനോട് കൂടെ ചേർന്ന വലിയൊരു തലമുറയുള്ള നാട്ടിലാണ്, വലിയൊരു സമൂഹമുള്ള നാട്ടിലാണ് നാം ജീവിക്കുക. ആ സമാനമായിട്ടുള്ള സാഹചര്യം സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുക എന്നത് അത് ആ രാജ്യത്തിൻ്റെ ഒരു സാമാന്യവൽക്കരണത്തിൽ പ്രായോഗികതയുള്ളതാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് ബാധിക്കുക സ്വാഭാവികമായിട്ടും അവിടെ അവസാന വർഷങ്ങളിൽ കുടിയേറിയിട്ടുള്ള ആളുകളെയാണ്. അതായത് ജീവിത സന്ധാരണത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു കോഴ്സിന് വലിയ തുക കൊടുത്ത്, വലിയ ഫീസ് കൊടുത്ത്, നാട്ടിൽ നിന്ന് വലിയ ലോൺ എടുത്ത് ബാങ്കുകളിൽ, ദേശസൽകൃത ബാങ്കുകളിൽ, സർവീസ് സഹകരണ ബാങ്കുകളിൽ, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളിലൊക്കെ വലിയ ലോൺ എടുത്ത് പോയ ഒരു വലിയ വിദ്യാഭ്യാസ സംസ്കൃതി പാരമ്പര്യം പിന്തുടരുന്ന യുവതലമുറയെ വലിയ ദോഷകരമായിട്ടുള്ള രീതിയിൽ ബാധിക്കുമെന്ന് മാത്രമല്ല, അവരെ കുടിയേറ്റത്തെ വളരെ ദൃക്കോടെ കൂടി നോക്കിക്കാണുന്ന ഒരു പ്രക്ഷോഭമായിട്ടാണ് വ്യക്തിപരമായിട്ട് ഞാൻ നോക്കിക്കാണുക. മാത്രമല്ല കഴിഞ്ഞ കുറെ നാളുകളായി UK-യിലേക്കുള്ള ഇന്ത്യക്കുകൾ കുറയുന്നത് നമ്മൾ കാണാം. ഈ വിസ നിയമങ്ങളിൽ ഉണ്ടാക്കുന്ന കാർക്കശ്യം നമുക്ക് കാണാം. പല വിസകളിലും ഈ കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ചേഞ്ചസ് നമുക്ക് കാണാം. പോളിസിയിലുള്ള ഒരു ഷിഫ്റ്റും ചേഞ്ചും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ആ ഒരു സിസ്റ്റം തന്നെ ഈ ഒരു ഇന്ത്യക്കിനെ അല്ലെങ്കിൽ ആളുകളുടെ ഈ ഒരു വരവിനെ കുറിച്ച് ആശങ്ക ആ രാജ്യത്തിന് തന്നെ ഈ കാലങ്ങളിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൂടിയാണ്. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, അതായത് +2 കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ വിദേശ രാജ്യത്തെ ഒരു സ്വപ്നമൊക്കെ കണ്ടു പോകുന്ന ഒരു കമ്മ്യൂണിറ്റി. അപ്പം എൻ്റെ ചോദ്യം, ഞാൻ മാത്യുവിലേക്ക് വരാം, സാറിലേക്ക് തിരിച്ചു വരാം. ഇത് നമ്മൾ ഒരു UK എന്ന് പറയുന്ന ഒരു രാജ്യത്തെ മാത്രമല്ല, അത് യൂറോപ്പ് എന്നൊരു കോണ്ടെക്സ്റ്റ് നമുക്ക് പറയാം, പക്ഷെ വിശാലമായി ഇത് ലോകം മുഴുവൻ ഇങ്ങനെ ഒരു ആശങ്കയുണ്ടല്ലോ. അപ്പം ഈ ഒരു ആശങ്ക എന്ന് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നൊരു സാമൂഹിക സാഹചര്യം കൂടി നമ്മൾ അന്വേഷിക്കണമല്ലോ. അപ്പം അതിലൊരു പക്ഷേ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ പ്രക്ഷോഭത്തെ വൈറലാക്കിയത് പ്രത്യേകിച്ച് ട്വിറ്ററിലൂടെ ഉണ്ടാകുന്ന ചില വീഡിയോകൾ. ട്വിറ്ററിന്റെ ഓണർ ആരാന്ന് നമുക്കറിയാം, ഇലോൺ മസ്കിന്റെ X എന്ന് പറയുന്ന ട്വിറ്ററിലൂടെയാണ് ഈ പഴയ ട്വിറ്ററിലൂടെയാണ് ഈ പ്രക്ഷോഭങ്ങൾ ആളിക്കത്തുന്നത്. ലോകത്തുള്ള എല്ലാ പുതിയ പ്രക്ഷോഭങ്ങളും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഈ കാലയളവിൽ നമ്മൾ കണ്ടൊരു കാര്യം, ഈ ഇന്ത്യക്കാരുടെ മോശമായ ചില കാര്യങ്ങൾ, ഉദാഹരണം റോഡിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ തുപ്പുന്ന വീഡിയോ, അല്ലെങ്കിൽ അവരുടെ മോശമായി പെരുമാറിയ വീഡിയോകൾ, ഇത്തരം വീഡിയോകൾ പോലും വളരെ വ്യാപകമായി ഈ ഒരു പ്രക്ഷോഭത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യക്കാരുടെ മാത്രമല്ല, പാകിസ്ഥാൻ എന്നുള്ള വലിയൊരു പോപ്പുലേഷൻ അവിടെ വരുന്നു, അവരുടെ തന്നെ നിയമങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുക. ഇങ്ങനെ പല വിഷയങ്ങൾ ഇതിന് മുമ്പിലുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രക്ഷോഭം അവിടെ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ പോലും അത് മുന്നോട്ട് വെക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. ആ വിഷയങ്ങൾ ഒരു UK-യുടെ കോണ്ടെക്സ്റ്റിൽ അതും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ മാത്യു? തീർച്ചയായിട്ടും UK-യുടെ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല, ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. UK-യിലെ കാര്യം നമുക്കറിയാം. UK-യിൽ അവിടെ നൈജൽ ഫറാജ് എന്ന് പറയുന്ന റിഫോംസ് പാർട്ടി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള റിഫോംസ് പാർട്ടിയുടെ വലിയൊരു വളർച്ച കഴിഞ്ഞ കുറച്ച് നാളുകളായി UK-യിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആ നിലയ്ക്കുള്ള വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ കൂടെ വേണം നമ്മൾ ഈ ടോമി റോബിൻസന്റെ ഒക്കെ മുന്നേറ്റങ്ങളെ ചേർത്ത് വായിക്കാനായി. അത് UK-യിലെ കാര്യം. അതുപോലെ ഫ്രാൻസിൽ ലേ പെൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു. അതുപോലെ ജർമ്മനിയിൽ AFD-യുടെ മുന്നേറ്റം ഉണ്ടാകുന്നു. അതുപോലെ ഹംഗറി നമുക്കറിയാം, അവിടെ ഭരിക്കുന്നത് വിക്ടർ ഓർബനാണ്. അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ പാർട്ടി റൈറ്റ് വിങ് പാർട്ടിയാണ്. അതുപോലെ ഇന്ന് ലോകത്തിൻ്റെ പ്രത്യേകിച്ച് യൂറോപ്പിലുള്ള പല രാജ്യങ്ങളിലും ഇതുപോലെ വലതുപക്ഷ പാർട്ടികൾക്ക് വലിയ ആധിപത്യമുണ്ട്. വലതുപക്ഷ ആശയങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത, സ്വാധീനം ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് അമേരിക്കയിൽ ആരാണ് ഭരിക്കുന്നതെന്ന് അറിയാം, അവിടുത്തെ സാമൂഹിക സാഹചര്യം അറിയാം. ഇപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച് ഇവിടെ UK-യിൽ ഇന്ത്യക്കാർ തുപ്പുന്ന വീഡിയോ പുറത്തു വരുന്നു, അവർ റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്ന വീഡിയോ പുറത്തു വരുന്നു. അതൊക്കെ അവിടുത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളാണ്. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ഒരു കൾച്ചറൽ ഇൻകമ്പാറ്റബിലിറ്റി ഇന്ന് UK-യിൽ ഉൾപ്പെടെ, UK-യിലും പ്രത്യേകിച്ച് യൂറോപ്പിലും ഉണ്ട് എന്നൊരു സത്യമാണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പം പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നത് നമുക്കറിയാം വ്യത്യസ്തമാണ്. അവരധികം സംസാരിക്കില്ല, അവരധികം ബഹളം വയ്ക്കുന്ന ആളുകളല്ല, പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ച്. പക്ഷേ നമ്മുടെ സാമൂഹിക സാഹചര്യം വ്യത്യസ്തമാണ്, നമ്മുടെ സംസ്കാരം വ്യത്യസ്തമാണ്. നമ്മൾ മറ്റൊരു സംസ്കാരമുള്ള ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ആ സംസ്കാരവുമായിട്ട് ചേർന്ന് പോകാതെ നമ്മുടെ സംസ്കാരം അവിടെ മാറ്റി പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വളരെ ജെന്യുവിനായ ഒരു പ്രശ്നം അവിടെയുണ്ട്. അത് തിരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്.
ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ ക്രിക്കറ്റ് കളി ജയിച്ചു കഴിയുമ്പോൾ ഉടനെ ബസ് തടഞ്ഞ് ആഘോഷിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു ഒരു കാര്യമേ ആയിരിക്കില്ല. അപ്പോൾ ഈ കൾച്ചറൽ ഇൻകമ്പാറ്റബിലിറ്റി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവർ സ്വയം തിരുത്താൻ തയ്യാറാവണം. നമ്മൾ പോകുന്ന മറ്റൊരു സംസ്കാരമുള്ള ഒരു സ്ഥലത്തേക്കാണ്. അവിടുത്തെ സംസ്കാരവും അവിടുത്തെ നിയമങ്ങളും പാലിച്ച് ജീവിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇന്ന് UK പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ പല വീഡിയോകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സ്ഥലങ്ങൾ UK തന്നെയാണോ അതോ അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ആണോ എന്നുപോലും നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു ചുറ്റുപാടാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അത് ആ നാട്ടിലെ മനുഷ്യരുടെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു ഭീതി എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. അത് അവർ തന്നെ വരുത്തി വെച്ചതാണെന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം. പക്ഷെ ആ യാഥാർത്ഥ്യം അവരിന്ന് ഭയത്തോടെയാണെങ്കിലും തിരിച്ചറിയുന്നു. അതിന്റെ ഉദാഹരണമാണ് കണ്ടത്. യെസ്. അപ്പൊ എന്റെ രണ്ടുപേരുള്ള ചോദ്യം ഇതാണ്: യൂറോപ്പിൽ ഉണ്ടായ പ്രതിഷേധം അത് കുടിയേറ്റത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. അതിലൊരു പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഒരു കാരണമാകാം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയൊരു കുടിയേറ്റം, അങ്ങ് മുമ്പ് പറഞ്ഞാൽ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയൊരു സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ഒരു വലിയൊരു റോൾ, അവരുടെ ഒരു വലിയൊരു അവരുടെ പൊളിറ്റിക്സിൽ പോലും സജീവമായി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു രാജ്യസുരക്ഷാ പ്രശ്നവും അതിന് മുമ്പിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു രാജ്യസുരക്ഷയും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾക്ക് ഒരു കാരണം. പ്രത്യേകിച്ച് നമുക്ക് ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമൊക്കെ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്ന, മുമ്പെങ്ങും നമ്മൾ കേട്ടുപോലും പരിചയമില്ലാത്ത വിധത്തിൽ വൈദികരും അവരെയൊക്കെ കഴുത്തിറക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പം ഒരു സുരക്ഷ, ഒരു സാംസ്കാരികമായ ഒരു വശം അങ്ങ് പറയുമ്പോൾ പോലും അതിനേക്കാളും വലിയ രീതിയിൽ ഒരു സുരക്ഷാ പ്രശ്നം തന്നെയല്ലേ അവരെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം? ഈ സുരക്ഷാ പ്രശ്നവും നേരത്തെ പറഞ്ഞ സാംസ്കാരിക അനുരൂപണവും ചേർത്ത് വായിക്കേണ്ട വസ്തുതകളാണ്. എങ്ങനെയാണ് ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടാവുക? സാംസ്കാരിക അനുരൂപണം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നാം ഏത് രാജ്യത്താണ് ചെല്ലുന്നത് ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതിയോട്, ആ രാജ്യത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതിയോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം നാം ആവിഷ്കരിക്കേണ്ടത്. നമ്മുടെ ജോലി മേഖലയിലാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും അവിടുത്തെ സാമൂഹ്യ നീതിയോട് അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹ്യ സംവിധാനങ്ങളോട്, സാംസ്കാരിക സംവിധാനങ്ങളോട് ചേർന്ന് പോകത്തക്ക രീതിയിലുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ് ജീവിതമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ പല കമ്മ്യൂണിറ്റികളിൽ നിന്ന് വരുന്ന ആളുകൾക്കിടയിൽ ഇത്തരം ഒരു സാംസ്കാരിക അനുരൂപണം ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല. ആ രാജ്യത്തിന്റെ നിയമവാഴ്ചകളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംസ്കൃതി അത് അവരുടെ രാജ്യത്തു നിന്നുള്ളതാവാം, അവർ രൂപം കൊള്ളുന്ന അവരുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിന്നാവാം, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന നിർദ്ദിഷ്ട മത താല്പര്യങ്ങളിൽ ഉള്ളതാവാം. ആ താല്പര്യങ്ങൾ മുൻനിർത്തുകയും ആ താല്പര്യങ്ങളെ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം, അത് പലപ്പോഴും സ്വാഭാവികമായിട്ട് ഒരു രാജ്യത്തെ പ്രതിദാനം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിൻ്റെതല്ലാത്തൊരു കസ്റ്റം, അവരുടെ രാജ്യത്തിൻ്റെതല്ലാത്തൊരു ട്രഡീഷൻ, അതെല്ലായ്പ്പോഴും അവർ സംശയം കാണുകയുള്ളൂ. അവിടെ ആ രാജ്യത്തിൽ ഒരിക്കലും ഇല്ലാത്ത നിയമങ്ങൾ, പ്രത്യേകിച്ച് മത നിയമങ്ങൾ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഇവിടെ വരണമെന്നും ഇതാണ് നമ്മളെ അങ്ങനെയുള്ള, അതായത് ആദ്യഘട്ടങ്ങളിൽ ഒരു പക്ഷേ കനിവിന്റെ ശബ്ദം കാത്തിരുന്ന ആളുകൾ ആജ്ഞ കൊടുക്കുന്ന ആളുകളുടെ തലത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡ്രിഫ്റ്റ് ആയിരിക്കും അങ്ങ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഒരു കുടുംബ വ്യവസ്ഥിതിയിൽ ഒരു മതാനുഷ്ഠാനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുക എന്നൊക്കെ പ്രായോഗികതയാണ്. അത് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ, അവർ സ്വകാര്യ കുടുംബ ജീവിതത്തിലൊക്കെ അതിന്റെ പ്രയോറിറ്റൈസേഷൻ ഉണ്ടാവണം. അത് മറിച്ച് അതിനെ സാമാന്യവൽക്കരിക്കുകയും ഈ സമൂഹത്തിൽ ഇവിടെയുള്ള ആളുകൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള വലിയ അബദ്ധങ്ങളാണെന്ന് പ്രഖ്യാപിക്കുകയും ഇതിനപ്പുറത്ത് വലിയ വേറൊരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പൊതുസമൂഹം നിൽക്കേണ്ടതിന്റെ ആവശ്യകത അത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്ന ചില വർഗീയ അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണത്തിലുള്ള സാധ്യതകൾ ഉണ്ടാകുമ്പോൾ ആരാണ് അത്തരം ധ്രുവീകരണങ്ങളെ ആശങ്കയോടെ നോക്കിക്കാണാത്തത്? ഈ ദിവസങ്ങളിൽ നടന്ന റോബിൻസിന്റെ റാലിയൊക്കെ അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. പെട്ടെന്ന് ഒരു ദിവസം ഒരു 1.5 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഒരു റാലിയിലേക്ക് ഒന്നും എത്തുക എന്നുള്ള പ്രായോഗികമല്ല. അവർ വർഷങ്ങളായി അവർ അനുഭവിച്ചു വന്നിരുന്ന ചില വേദനകൾ, ചില യാതനകൾ, ചില ആശങ്കകൾ, ചില പരിഭവങ്ങൾ, അതൊക്കെ ആയിരിക്കണം ഇത്രയും വലിയ ആളുകളുടെ ഒരു സംഘാത്മകതയിലേക്ക് ആ റാലിയെ മാറ്റിയത്. ടോമി റോബിൻസന്റെ ഈ ഒരു ക്യാമ്പയിന്റെ പേര് യുണൈറ്റ് ദ കിങ്ഡം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് നമ്മൾ പറയുമ്പോൾ ആ കിങ്ഡം യുണൈറ്റഡ് അല്ല ഇപ്പോൾ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുക. എന്ന് വെച്ചാൽ
അത് വളരെ എന്താണ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ലോകം മുഴുവൻ കാത്ത, ലോകം മുഴുവൻ കീഴടക്കിയ ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറയുന്ന ആ ഒരു പ്രൈഡ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റു രാജ്യങ്ങളിൽ നിന്ന് അനുകമ്പയുടെയും സിമ്പതിയുടെയും ഒക്കെ പുറത്ത്, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് വന്നു ചേർന്ന ആളുകളാണെന്നും അവരുടെ സാന്നിധ്യം കൊണ്ട് ഈ രാജ്യം അല്ലെങ്കിൽ ഈ സംവിധാനങ്ങൾ വിഘടിച്ചിട്ടുണ്ടെന്നും, ഇനി നമുക്ക് വേണ്ടത് ഇതിനെ എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ഭിന്നിച്ചു നിൽക്കുന്ന ഈ സമൂഹത്തെ എല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് അത് ഒരു പക്ഷേ ഈ ഒരു കുടിയേറ്റം എന്ന് പറയുന്ന ആശയത്തെ മൊത്തത്തിൽ ഒഴിവാക്കിക്കൊണ്ടുള്ള, അതാണ് ഇതിന്റെ ഉത്തരം, യുണൈറ്റ് ദ കിങ്ഡം. ഇനി നമുക്ക് വേണ്ടത് ഈ കിങ്ഡത്തെ യോജിപ്പിക്കുക എന്നതാണ്. ആ യോജിപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ് എൻ്റേത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില തിയറികളൊക്കെ വന്നു കയറും. ഒരു തിയറി ഇത് തന്നെയാണ്, അതായത് ഈ ഒരു മൈഗ്രേഷന്റെ ഈ ഒരു കുടിയേറ്റത്തിന്റെ ഒക്കെ ഘട്ടമായിട്ട് ഒരു പ്യൂർ ആയിട്ടുള്ള ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു ജനുസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പീഷ്യസ് തന്നെ ഈ രാജ്യത്ത് നിന്ന്, ഈ ലോകത്ത് നിന്ന് ഇല്ലാണ്ടാകുന്നു. അങ്ങനെ വരുമ്പോഴേക്കും നമ്മളുടെ പ്യൂർ ആയിട്ടുള്ള, അതൊരു പക്ഷെ ട്രംപിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ മറ്റ് എല്ലാ റൈറ്റ് വിങ് ഗ്രൂപ്പുകളിൽ നമ്മൾ എല്ലാ കാലത്തും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരം ആശയങ്ങളാണ് ഈ ഒരു ഇലക്ഷന് മുമ്പിലേക്കും വരുന്നത്, ഈ ഒരു പ്രതികരണത്തിൽ നമ്മൾ കാണുന്നത്. തിരിച്ചു വരാം, നമ്മൾ കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ഇതിനെ വീണ്ടും വിലയിരുത്തുമ്പോൾ അതിന് ഒരു UK എന്ന് പറയുന്ന രാജ്യത്ത് മാത്രമല്ല, യൂറോപ്പിൽ മൊത്തത്തിൽ ഇത്തരം പ്രതിഷേധങ്ങൾ അതൊരു താൽക്കാലികമായി തന്നെ കണ്ടാൽ മതിയോ? കാരണം കഴിഞ്ഞ വർഷം ഇതേപോലെ പ്രതിഷേധം, ഇത്രയും വലിയ പ്രതിഷേധം ഉണ്ടായിട്ടില്ല. പ്രതിഷേധങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ പ്രതിഷേധം ഒരു 5 ദിവസം മുമ്പാണ് ഓസ്ട്രേലിയയിൽ പ്രതിഷേധം ഉണ്ടായത്. അതും ഇതുപോലെ തന്നെ ഇതേ കോണ്ടെക്സ്റ്റിൽ എന്ന് കരുതി ഓസ്ട്രേലിയയിൽ നിന്ന് ആളുകൾ എത്ര പേരെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് ഓസ്ട്രേലിയയിൽ ജോലി നഷ്ടപ്പെടുന്നുണ്ട്, UK ജോലി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊരു പ്രതിഷേധത്തിന് അപ്പുറത്തേക്ക് ഇത് നേരിട്ട് ജനങ്ങളെ ബാധിക്കുമോ? അങ്ങേക്ക് അടിയാം, അല്ലെങ്കിൽ സാറിന് തുടങ്ങാം. യെസ്, അങ്ങനെ നമ്മൾ കാണേണ്ടതുണ്ടോ? അതോ ഇതിന്റെ ഒരു ഇമ്പാക്ട് ഇനിയുള്ള ഭാവി നമുക്ക് ഒരു വിദൂരത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഭാവി സുരക്ഷിതമല്ല എന്ന സന്ദേശമായിരിക്കും നൽകുക? തീർച്ചയായിട്ടും കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ചിന്തിക്കുമ്പോൾ ഇവിടെ നമുക്കറിയാം കുടിയേറ്റം വലിയ രീതിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത നാളുകളിലായി ഈ പറഞ്ഞ പോലെ UK-യിലും അതുപോലെ യൂറോപ്പിന്റെ മറ്റ് പല ഭാഗങ്ങളിലും റൈറ്റ് വിങ് ആക്ടിവിസം ശക്തി പ്രാപിക്കുന്നു. ഇനിയും ഞങ്ങൾക്ക് ആളുകളെ ഇങ്ങോട്ട് ആവശ്യമില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് അവർ വരുത്തി വെച്ച ഒരു സംഗതിയാണ്. യൂറോപ്പിൽ ബ്രെക്സിറ്റിന് ശേഷം അവിടെ ഒരുപാട് വേക്കൻസികൾ അവിടെ വന്നു. സ്വാഭാവികമായിട്ട് അവരുടെ സമ്പദ് വ്യവസ്ഥ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. യൂറോപ്പിലെ മുഴുവൻ സാഹചര്യം ഇതാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ എക്കണോമി ഓപ്പൺ ആക്കി, ആളുകളെ സ്വാഗതം ചെയ്തു. സ്വാഭാവികമായിട്ട് അവിടുത്തെ ഹൗസ് റെന്റ് കൂടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവർക്ക് നാട്ടിൽ ഇൻഫ്ലേഷൻ ആവുന്നു. എല്ലാം കൊണ്ടും എല്ലാ തലത്തിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ ഈ റൈറ്റ് വിങ് മൂവ്മെന്റിന് ഒരു കുറവുണ്ടാകും എന്ന് വിചാരിക്കാനുള്ള യാതൊരു സാഹചര്യവുമില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അത് യൂറോപ്പിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇടത് ആശയങ്ങൾ എവിടെയെങ്കിലും അമിതമായിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒടുവിൽ ഒരു വലതുപക്ഷ മുന്നേറ്റം ഉണ്ടാകും. ഒരു എക്സ്ട്രീമിസം മറ്റൊരു എക്സ്ട്രീമിസത്തിലേക്ക് വഴിവെക്കും. അത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. യൂറോപ്പിലും UK-യിലും നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് വരുന്ന ആളുകളിൽ കേരളത്തിലെ യുവാക്കൾക്ക് ഈ കുടിയേറ്റം എന്ന് പറയുന്നത് മാത്രം ആശ്രയിച്ച്, അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ ഉടനെ വിദേശത്തേക്ക് പോകാം എന്നൊരു ധാരണയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇവിടെ തന്നെ പരിഹാരങ്ങൾ കണ്ടെത്തുകയും ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെ പരിഹാരം കണ്ടെത്തി ഇവിടെ ബിസിനസ് ചെയ്ത് നമ്മുടെ നാട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. 1.4 ബില്യൺ ആളുകളുള്ള രാജ്യമാണ്. ഒരുപാട് അവസരങ്ങളുള്ള രാജ്യമാണ്. ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ, അതായത് 3ാമത്തെ സമ്പദ് വ്യവസ്ഥയാകാൻ ഉടനെ തന്നെ സാധിക്കുന്ന ആ നിലയിലേക്ക് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അപ്പോൾ ഇവിടുത്തെ അവസരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഒപ്പം ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലെ അവസരങ്ങൾക്കും അത് പൂർണ്ണമായിട്ടും ഇല്ല, ഇനി ആവശ്യമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇതിനകത്തൊരു വലിയ ഇരട്ടത്താപ്പുണ്ട്. പ്യുവർ ബ്രീഡ് വേണമെന്ന് അവർ പറയുമ്പോഴും അവർക്ക് എവിടെയാണ് പ്യുവർ ബ്രീഡ് ഉള്ളതെന്ന് ചോദ്യമുണ്ട്. അവർക്ക് ആളുകളില്ല, അവർക്ക് കുഞ്ഞുങ്ങളില്ല. അതുകൊണ്ട് അവരെല്ലാവരും കൂടി റാലി നടത്തി ഇനി ആരും വേണ്ട, എല്ലാവരും ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് അവരുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ മുന്നോട്ട് പോകുമെന്നതിന് അവർക്ക് യാതൊരു ഉത്തരവുമില്ല. അപ്പോൾ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ വിവാഹങ്ങളുടെ എണ്ണം കൂടണം, അവിടെ കല്യാണങ്ങൾ കൂടണം, അവിടെ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടണം, അവർ വളർന്ന് വലുതാവണം. ആ ഒരു പ്രോസസ്സ്, ആ ഒരു പ്രക്രിയ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആളുകൾ എടുക്കേണ്ട ആവശ്യം ഇല്ലാതാകും. അങ്ങനെ അവർ ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെ പോയാൽ മലയാളികൾക്ക് മാത്രമല്ല ലോകത്ത് ഈ കുടിയേറ്റം യൂറോപ്പ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും തിരിച്ചടി ഉണ്ടാകും എന്നൊരു സത്യമാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തിൽ കണ്ട ഏറ്റവും വലിയ ഭീഷണി അറബുവൽക്കരനാണ്. നമുക്കറിയാം 2000-ന് ശേഷം ഒട്ടേറെ അറബ് രാജ്യങ്ങൾ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ടും
ജോലി കൊടുക്കണം, ഇതാക്കത്തക്ക നിയമം ഉണ്ടാക്കി. അത്തരം നിയമങ്ങൾ ഉണ്ടായി. ടെക്നിക്കൽ വിങ്ങുകളിലേക്ക് അല്ലെങ്കിൽ എല്ലാ മാനേജീരിയൽ സ്റ്റാഫിലേക്കും നിർബന്ധമായിട്ടും അറബികൾ അല്ലെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ വേണം എന്നുള്ള നിർബന്ധം ഉണ്ടാക്കി. അപ്പോഴും നമുക്കുണ്ടായിരുന്ന വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ചില മേഖലകൾ, അതായത് ഇപ്പോൾ ആ നിർദ്ദിഷ്ട രാജ്യങ്ങളിൽ അവർക്ക് എക്സലൻസ് ഇല്ലാത്ത മേഖലകൾ ഒരുപാടുണ്ട്. എല്ലാ മേഖലകളിലും എക്സലൻസ് ഉള്ള ആളുകൾ യു കെയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ഇല്ല. അത്തരത്തിൽ എക്സലൻസ് ഉള്ള മേഖലകൾ കണ്ടെത്താനും ആ മേഖലകളിൽ ഉന്നത പഠനം സാധ്യമാക്കാനും അത്തരം ഉന്നത മേഖലകളിൽ ജോലി വ്യാപരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടില്ലെങ്കിൽ വരും വർഷങ്ങളിൽ കേരളത്തിലുള്ള കുടിയേറ്റം റിയലി ഫ്ലോപ്പ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നിലവിൽ ഈ അവസാന വർഷങ്ങളിലൊക്കെ പോയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പലരും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്, അതിജീവനത്തിന്റെ പോരാട്ടത്തിലാണ്. ഒരു പക്ഷേ 10 വർഷം മുമ്പ് പോയ അല്ലെങ്കിൽ കോവിഡിന് മുന്നേ പോയ ഒരാളുടെ സാമ്പത്തിക സ്ഥിതിയുമായിട്ട് അയാളുടെ കുടുംബ വ്യവസ്ഥയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ദാരുണമായിട്ടുള്ള അന്തരീക്ഷത്തിൽ, വളരെ സാങ്കേതികപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അന്തരീക്ഷത്തിൽ പോലും താമസിക്കുന്ന വിദ്യാർത്ഥി സമൂഹം അവിടെയുണ്ട്. ഒരു പക്ഷേ നേരത്തെ അഡ്വക്കേറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ഈ പറയുന്ന അവസാന വർഷ കാലയളവിൽ വിദ്യാർത്ഥികളായിരിക്കണം. കൂട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ യാത്രയിൽ സംസാരിക്കുന്ന, ബഹളം വയ്ക്കുന്ന, അതവരുടെ ഫ്രസ്ട്രേഷനിൽ വളരെ നിസ്സാരമാണ്. നമുക്കിപ്പം വളരെ 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 ഓർഗനൈസ്ഡ് ആയിട്ട് സ്ത്രീകളെ റേപ്പ് ചെയ്യുന്ന, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, അസഭ്യം വിളിക്കുന്ന ആളുകൾ, ഉച്ചത്തിൽ പാട്ട് വെക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ റോഡിൽ ബ്ലോക്ക് ചെയ്തതുകൊണ്ട് മതാചാരങ്ങൾ നടപ്പാക്കണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഒരു രാഷ്ട്രത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് യു കെയിൽ മാത്രമല്ല യൂറോപ്പിന്റെ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നു. ദേവാലയങ്ങൾ പോലും പല രീതിയിൽ മാറ്റം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ, ദേവാലയങ്ങൾക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുമെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഉണ്ടാകുന്ന വർധനവ്, ഇതെല്ലാം കണ്ടുകൊണ്ട് അവർ നിശബ്ദരായി ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇതിനകത്തൊരു അങ്ങ് മുമ്പ് പറഞ്ഞതുപോലെ ഇതിനകത്തൊരു സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ തീവ്രവാദ ആശയങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് പാരീസിൽ ഉണ്ടായ ദേവാലയങ്ങളുടെ ആക്രമണങ്ങൾ പോലെ അതിനേക്കാളും ഭീകരമായിട്ട് ഈ രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പ് എങ്ങനെ അതിനെ അഡ്രസ് ചെയ്യപ്പെടേണ്ടി വരും എന്ന ഒരു ആശങ്കയും അല്ലെ, അങ്ങനെ ഒരു ആശങ്ക കൂടി ഉണ്ടാകില്ല അതിനകത്ത്. സ്വാഭാവികമാണ്. എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് തീവ്രവാദ ഭീഷണിയാണ്. ഒരു പക്ഷേ കഴിഞ്ഞ 30 വർഷക്കാലത്തിനുള്ളിൽ ഫ്രാൻസിൽ രൂപപ്പെട്ട ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ് ഈ ഭീഷണിയുടെ അടിസ്ഥാനം. അതിന് മുന്നേ വരെ അല്ലെങ്കിൽ ഒരു 50 വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ 40 വർഷം മുമ്പ് വരെ, എന്തിന് 30 വർഷം മുമ്പ് വരെ ഫ്രാൻസിൽ ഇത്തരത്തിലുള്ള വികലമായിട്ടുള്ള വർഗീയവാദമോ വികലമായിട്ടുള്ള വംശീയ അധിക്ഷേപമോ വികലമായിട്ടുള്ള മത തീവ്രവാദമോ ഉണ്ടായിട്ടില്ല. ചില ആളുകളുടെ കടന്നുവരവ് സ്വാഭാവികമായിട്ടും അവരുടെ ജനുസിനെ ബാധിക്കുന്നു, അവരുടെ ഐഡന്റിറ്റിയെ ബാധിക്കുന്നു, അവരുടെ സ്വത്വബോധത്തെ ബാധിക്കുന്നു. സ്വത്വബോധം നഷ്ടപ്പെടുമ്പോൾ ഒരു രാജ്യത്തിന് എങ്ങനെയാണ് തികവുണ്ടാവുന്നത്? സ്വാഭാവികമായിട്ട് അവർ നിലനിൽപ്പിന് വേണ്ടി ശ്രമിക്കും, അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കും. അത്തരത്തിൽ ആ ഒരു രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെ നമ്മൾ കാണേണ്ടത്. വിമർശനാത്മകമായി അതിനെ കാണണമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കാത്തലിക് ക്രിസ്ത്യൻ രാജ്യങ്ങൾ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതിന്റെ പോപ്പുലേഷൻ മാത്രമല്ല, അതുണ്ടാക്കുന്ന കൾച്ചർ, ആ ഒരു കൾച്ചർ എന്ന് പറയുന്നത് അത് ഈ ലോകത്തെ മുഴുവൻ ചേർത്ത് പിടിക്കുന്ന അനുകമ്പയുടെയും ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും ഒക്കെ ഒരു വിശ്വാസത്തിന്റെയും ഒക്കെ ഒരു ആശയമാണല്ലോ കാത്തലിക് ചർച്ച് അല്ലെങ്കിൽ കാത്തലിക് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒരു സാധ്യതയെ മുതലെടുത്ത് ആ രാജ്യങ്ങളിൽ കൃത്രിമമായി അല്ലെങ്കിൽ ബോധപൂർവമായി ഒരു കുടിയേറ്റം ഈ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ രാജ്യത്തിന്റെ മതപരമായിട്ടുള്ള ഐഡന്റിറ്റി ഇല്ലാതാകാൻ, അവിടുത്തെ പൊളിറ്റിക്കൽ ഡൈമെൻഷൻ അപ്പുറത്തേക്ക് ആ ഒരു റിലീജിയസ് ഇക്വേഷൻ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളെല്ലാം കയറി പിടിക്കാൻ, അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളെല്ലാം പിടിച്ചടക്കാനുള്ള ഒരു അധിനിവേശത്തിന്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ അധിനിവേശത്തിന്റെ ഒരു ഇടപെടലും അതിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ അഡ്വക്കേറ്റ് മാത്യു അങ്ങേക്ക്? അങ്ങനെ ഒരു ഇടപെടൽ ന്യായമായും സംശയിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. കാരണം ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ കൂട്ടത്തോടെ ഈ യൂറോപ്പിലോട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതുമാകാം. അങ്ങനെ സംഭവിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാം. പക്ഷെ രണ്ടും ശരിയാണെന്ന് വിലയിരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കത്തോലിക്ക രാഷ്ട്രങ്ങളാണ്, ക്രൈസ്തവ രാഷ്ട്രങ്ങളാണ്. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എല്ലാവരെയും സ്വീകരിക്കുക എന്നുള്ളതാണ്. അഭയാർത്ഥികളുള്ള സമീപനം ഈശോ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ അഭയാർത്ഥിയായിരുന്നു. നമ്മുടെ ആ അനുകമ്പ, നമ്മുടെ ആ നല്ല നയം മുതലാക്കുന്ന ഒരു രീതി ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന്, ഈ പറഞ്ഞ മനുഷ്യരിൽ നിന്നുണ്ടാവുന്നുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർക്കെന്നാണ് നാശം ആരംഭിച്ചത്? അനുകമ്പ പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് മാത്രമല്ല.
ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിലേക്ക് വരുന്നതിന് മുന്നേ ഇല്ലീഗൽ മൈഗ്രേഷനും ലീഗൽ മൈഗ്രേഷനും തമ്മിലൊരു വേർതിരിവ് നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റിലോട്ട് ആർക്കൊക്കെ വരാം, അത് എവിടെ നിന്നൊക്കെ വരാം, അത് അവർക്ക് എന്തൊക്കെ യോഗ്യതകൾ ഉണ്ടായിരിക്കണം, അതുപോലെ ആർക്കൊക്കെ വരാൻ പാടില്ല. ആരെങ്കിലും വെറുതെ കയറി വന്നാൽ ഉടനെ സ്വീകരിക്കുന്ന നയമെന്ന് പറയുന്നത് ഒട്ടും സ്വീകാര്യമല്ല. കാരണം നമ്മുടെ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദയയുടെ ഭാഗമായിട്ടാണെന്ന് പറയുമ്പോൾ പോലും ഒരു രാജ്യത്തിൻ്റെ അതിർത്തി, ഒരു കപ്പലിലൊക്കെയാണ് അവിടെ വരിക, കുറച്ച് പേരെ പലരും മരിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ കപ്പലിൽ നിന്ന് വരുമ്പോൾ ഇതാരാണ്, എന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, യാതൊന്നും അറിയാതെ അവരെ സ്വീകരിക്കുന്ന ഒരു സമീപനം നല്ലതല്ല. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വാർത്തകൾ ശരിയാണെങ്കിൽ അവരെ പാർപ്പിക്കുന്നത്, അവരെ ഹോട്ടലുകളിൽ കാശ് കൊടുത്ത് പാർപ്പിക്കുന്നത് UK സർക്കാരാണ്. ഇതേ ആളുകൾ തന്നെയാണ് അവിടുത്തെ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്നത്. ഇരട്ടത്താപ്പ് ഭീകരമാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, എന്നാണ് ഒരു നാശം ആരംഭിച്ചത്? അവരുടെ നാശം UK അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂറോപ്പിന്റെ നാശം ആരംഭിച്ചത് അവർ ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചോ? കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ UK കത്തോലിക്ക സഭ ഡീറ്റെയിലുമായിരുന്നു. അവർ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചോ അന്ന് അവരുടെ നാശം ആരംഭിച്ചു. കൃത്യമായിട്ട് നമുക്ക് പറയാം. കുടുംബം നമ്മുടെ വലിയൊരു ആശയമാണ്. കുടുംബം തകർന്നോ അന്ന് യൂറോപ്പ് തകർന്നു. കുടുംബത്തിൽ നല്ല ഫോർമേഷൻ കിട്ടാതെയായി. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, അവിടുത്തെ അമിതമായ റാഡിക്കൽ ഫെമിനിസ്റ്റ് ഇൻഫ്ലുവൻസ്. അങ്ങനെ വിവാഹങ്ങൾ ഇല്ലാതായി. സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസം കിട്ടുകയും കൂടുതൽ തീർച്ചയായും ആ ഒരു മേഖലയുണ്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ കുടുംബം തകർന്നു. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളുകൾക്ക് അത് ആണിനും പെണ്ണിനും താല്പര്യമായ സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു പ്രശ്നം ഒരു വശത്ത്. അതുപോലെ വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും, കത്തോലിക്ക സഭ എതിർക്കുന്ന 3 കാര്യങ്ങളുണ്ട്: അബോർഷൻ, ഹോമോസെക്ഷുവാലിറ്റി, അതുപോലെ കോൺട്രാസെപ്ഷൻ. ഇതിൽ പ്രധാനമായിട്ടും അബോർഷൻ, അതുപോലെ ഹോമോസെക്ഷുവാലിറ്റി. നോക്കണം, എത്ര കുഞ്ഞുങ്ങളാണ് യൂറോപ്പിലും ഇപ്പം നമുക്ക് അമേരിക്കയും ചേർത്ത് വായിക്കണം ജനിക്കാതെ പോയത്, ജനിക്കേണ്ട എത്രയോ കുഞ്ഞുങ്ങൾ. അതുപോലെ ഹോമോസെക്ഷുവാലിറ്റി, സ്വാഭാവികമായിട്ടും ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കുമ്പോൾ, അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, അവരൊരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെ കുട്ടികൾക്ക് യാതൊരു സാധ്യതയും ഇല്ല, അവിടെയും കുഞ്ഞുങ്ങളില്ല. അങ്ങനെ എല്ലാ തരത്തിലും. അതുപോലെ കോൺട്രാസെപ്ഷൻ, എത്ര ഔട്ട്ഡേറ്റഡ് ആണെന്ന് ആരൊക്കെ പറഞ്ഞാലും സഭ മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് ആശയങ്ങളുണ്ട്. അതിൽ നിന്ന് ഇവർ പുരോഗമനം പറഞ്ഞ് വ്യതിചലിച്ചു പോയോ, കുടുംബം അതുപോലെ ഇപ്പറഞ്ഞ ആശയങ്ങൾ, വിവാഹത്തെ അവരിന്ന് പുച്ഛിച്ചു തുടങ്ങിയോ, എന്നവർ ഇത്തരം ആശയങ്ങൾ പഴഞ്ചനാന്ന് പറഞ്ഞു തുടങ്ങിയോ, ഇതിൽ നിന്ന് കാര്യമില്ലെന്ന് പറഞ്ഞു തുടങ്ങിയോ, എന്ന് പള്ളിയിൽ പോകാതായോ, അന്ന് തുടങ്ങി യൂറോപ്പിന്റെ നാശം, അന്ന് തുടങ്ങി UK നാശം. അതുകൊണ്ട് അവർക്ക് തിരിച്ചു വരണമെങ്കിൽ അവർ ചെയ്യേണ്ടത് ആദ്യം ഈ പറഞ്ഞ ലീഗൽ മൈഗ്രേഷനെയും ഇല്ലീഗൽ മൈഗ്രേഷനെയും കൃത്യമായിട്ട് വേർതിരിക്കണം. അതോടൊപ്പം വെറുതെ റാലി നടത്തിയിട്ട് കാര്യമില്ല, അവർ കൃത്യമായി ഈ ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അതുപോലെ റേസിസം ഒഴിവാക്കണം. അതൊരു പ്രശ്നമാണ്. തീർച്ചയായും വളരെ 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 ശ്രദ്ധേയമായ നിരീക്ഷണം. ചർച്ച അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. അങ്ങേക്ക് ഈ പറഞ്ഞ ആശയങ്ങളെ ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, ഇതില് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കുടുംബം എന്നുള്ള കൺസെപ്റ്റാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഫോർമേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ആ കൺസെപ്റ്റ് തന്നെ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ട് നഷ്ടപ്പെടുന്നത് ഒരു സമൂഹമാണ്. ഒരു സമൂഹത്തിന്റെ മൊറാലിറ്റി നഷ്ടപ്പെടുന്നു, ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനം നഷ്ടപ്പെടുന്നു, ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നുള്ള സാമാന്യ നീതി നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ആ നഷ്ടപ്പെടലിന്റെ ഒരു സാധ്യത ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാം. ആ നഷ്ടപ്പെടലിന്റെ മറ്റൊരു സാധ്യത നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം. നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ പാശ്ചാത്യ സംസ്കാരമാണല്ലോ കഴിഞ്ഞ കുറച്ച് വർഷക്കാലങ്ങളായി കേരളം അഭിമുഖീകരിക്കുന്നത് അല്ലെങ്കിൽ പിന്തുടരാൻ ശ്രമിക്കുന്നത്. ഈ പറയുന്ന നേരത്തെ ഈ സാഹചര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന ആശങ്ക എത്രത്തോളം വലുതാണെന്ന് വളരെ ഗൗരവതരം ചർച്ചയിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും വിഷയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു കൺസെപ്റ്റ്, സ്വത്വബോധം നഷ്ടപ്പെടുന്ന ഒരു സമൂഹം, അവർ സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആവും. ആ സ്വത്വബോധത്തെ നിലനിർത്താനുള്ള സാധ്യതകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അവരുടെ കൾച്ചറിനെ അത് അങ്ങനെ തന്നെ നിലനിർത്തി അവരുടെ ആത്മാഭിമാനത്തെ ചൂഷണം ചെയ്യാതെ അവരുടെ ആത്മാഭിമാനത്തെ ചേർത്ത് പിടിക്കാനുള്ള സാധ്യതകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അത് ഇന്ത്യ എന്നുള്ള ഒരു കുടിയേറ്റ രാജ്യം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഈ ലോകത്ത് ഏത് രാജ്യത്തേക്ക് കുടിയേറ്റം പ്രോത്സാഹിക്കപ്പെടുമ്പോഴും ഏത് രാജ്യത്താണോ നാം ചെല്ലപ്പെടുന്നത് ആ രാജ്യത്തിൻ്റെ മഹത്വം, ആ രാജ്യത്തിൻ്റെ ഡിഗ്നിറ്റി അത് നിലനിർത്താനും ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ കുടിയേറ്റം ഒരു ഗൗരവതരമായിട്ടുള്ള പ്രശ്നമായി ഒരു രാജ്യവും നോക്കിക്കാണില്ല. അതിനെ ദോഷെതിർക്കുകൾ പോലും നോക്കിക്കാണാനിടയില്ല. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വിമർശനാത്മകമായി തന്നെ നോക്കിക്കാണുന്ന ഒരു എതിർപക്ഷം അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കവിതർക്കങ്ങളില്ല. വളരെ കൃത്യം. സ്വത്ത് ബോധത്തിന് മുറിവേൽക്കുമ്പോൾ ഉണ്ടാകുന്ന കലുഷിതമാകുന്ന UK വേകുന്ന രാഷ്ട്രീയം, വേകുന്ന പ്രതിഷേധങ്ങളൊക്കെ കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾ നിസ്സാരമല്ല. അതൊരു പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി വരുന്ന ആളുകൾ
അവരുടെ ആധിപത്യം അവിടെ ഉണ്ടാക്കാൻ സ്ഥാപിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ, ആ രാജ്യത്തിൻ്റെ നിയമങ്ങളുടെയൊക്കെ സംവിധാനങ്ങളെയും സംഹിതകളെയും ഒക്കെ പൊളിച്ചെഴുതി സ്വന്തം രാജ്യത്തിൻ്റെയും സ്വന്തം മതവിശ്വാസത്തിൻ്റെയും ഒക്കെ നിയമങ്ങൾ അവിടെ ഉണ്ടാകണമെന്ന് ശഠിക്കുന്ന ആശയങ്ങൾ, അത് തീർച്ചയായിട്ടും അത് രാജ്യങ്ങൾക്ക് അപകടമാണ്. തീർച്ചയായിട്ടും ഈ രാജ്യ നിയമങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞ് മുന്നോട്ട് പോകുന്ന കുടിയേറ്റത്തിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന നന്മകളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇരു കൂട്ടർക്കും സാധിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. യൂറോപ്പിൽ ഉണ്ടാകുന്ന ഈ പ്രതിഷേധങ്ങൾ മലയാളികളെ, ഇന്ത്യക്കാരെ ആശങ്കപ്പെടുത്തുമ്പോൾ പോലും അതിനേക്കാളും ഒക്കെ അപ്പുറത്തേക്ക് മലയാള നാട്ടിൽ, കേരളത്തിൽ ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് എത്രത്തോളം വലുതാണെന്ന് വരും വർഷങ്ങളിൽ നമ്മൾ കണ്ടറിഞ്ഞ് കാണേണ്ടതാണ്. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത 2 അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി. ഷക്കീന ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ പേര് നിതിൻ ജോസ്. താങ്ക് യു.